ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് നമ്മുടെ ഈ ചെസ്റ്റ് മൗണ്ടാണ്. കണ്ടില്ലേ, ചെസ്റ്റ് മൗണ്ട് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇത്രയും മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കും. അല്ല, ബാക്കി ഉള്ളിലാണ് കേട്ടോ. ഞാൻ ചെസ്റ്റ് മൗണ്ട് ഇട്ടിട്ട് ഉള്ളിലായിട്ട് പുറത്തായിട്ട് ഷർട്ട് ഇട്ടിരിക്കുന്നതാണ്. സോ നമുക്ക് ജസ്റ്റ് അത് ഒന്ന് മാറ്റിയിട്ട് നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു ചോദ്യം വരും, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദ്യം വരും. കണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ചെസ്റ്റ് മൗണ്ട് വരുന്നത്. ഇതിനെ എടുത്ത് പുറത്ത് തീർച്ചയായിട്ടും കാണിക്കും, എന്താ പറയുക, അഴിച്ച് ഞാൻ കാണിക്കാം. സോ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അധികം സമയം ഇതിൻ്റെ ആവശ്യമില്ല എന്നാണെങ്കിൽ നമുക്ക് ഈ പോർഷനെ ഇളക്കിയെടുക്കാൻ പറ്റും. കണ്ടല്ലോ, ഈ ഒരു സാധനത്തിന് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി വരുന്നത് കണ്ടല്ലോ, ബാക്കി വരുന്ന ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ എൻ്റെ മൈക്ക് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഒരു ഷർട്ട് ഇട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ അകത്ത് നിന്നോളും. നമ്മൾ എന്താ പറയുക, ഇങ്ങനൊരു സാധനം ഇട്ടിട്ടുണ്ട് എന്ന് പോലും അറിയത്തില്ല. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ ഫുള്ളായിട്ട് കവറായിട്ട് നിന്നോളും. സോ ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് ഇതുപോലെ ആ ഒരു ജസ്റ്റ് ആ ഒരു ചെറിയ പോർഷൻ മാത്രം ഇങ്ങനെ എടുത്തിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്താൽ മതി. കണ്ടല്ലോ, ക്ലിപ്പ് ചെയ്തു. സോ ക്ലിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ബട്ടൺസ് പഴയതുപോലെ ഇട്ട് കഴിഞ്ഞാൽ സിമ്പിൾ ആസ് ദാറ്റ്. നമ്മൾ ഇതിട്ടിരിക്കുന്നത് പോലും എന്താ പറയുക, ഉള്ളിൽ അത് ഇട്ടിരിക്കുന്നത് പോലും അറിയത്തില്ല. ആ ഒരു രീതിയിൽ എന്താ പറയുക, ഇത് കവറായി നിൽക്കും. സോ ഇതാ കണ്ടില്ലേ. സോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി വരുന്നത്. ഇനി ഇതിൻ്റെ വീഡിയോ എടുക്കുന്ന രീതി ജസ്റ്റ് ഒന്ന് ഞാൻ ഈ ഒരു ആംഗിളിൽ വച്ച് ഞാൻ സംസാരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഈ ഒരു ആംഗിളിൽ നിന്ന് സംസാരിക്കുകയാണ്. എൻ്റെ മൈക്ക് ദാ ഇവിടെ ഇരിപ്പുണ്ട്, ഗ്രനാഡോ പീറ്റർ. ഇനി ഇതിൻ്റെ കാര്യം ഞാൻ സംസാരിക്കുകയാണെങ്കിൽ, വൈൽഡ് ആംഗിളിൽ ഇട്ടെടുത്ത സമയത്ത് നല്ലൊരു ഔട്ട്പുട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു മൗണ്ടനിലേക്ക് കയറുന്നൊരു സമയം പറഞ്ഞല്ലോ, മൗണ്ടനിലേക്ക് നമ്മൾ ഇങ്ങനെ മുകളിലോട്ട് കയറുന്ന സമയം തീർച്ചയായിട്ടും ഇതിനെ ഇങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്യുക. ഇങ്ങനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ മുകളിലോട്ടുള്ള വിഷ്വൽസ് കറക്റ്റായിട്ട് കിട്ടും. മുകളിലോട്ടുള്ള വിഷ്വൽസ് നമ്മളൊരു ഇറക്കം ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യുക. നമ്മൾ താഴോട്ട് ഇറങ്ങുന്ന വിഷ്വൽസും നല്ല അടിപൊളിയായിട്ട് കിട്ടും. നമ്മളൊരു നിരന്ന സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ പ്ലേസ് ചെയ്യുക. സോ എങ്കിൽ മാത്രമേ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടൂ. ഇത് നോർമൽ ക്യാമറയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങൾ എന്താ പറയുക വൈൽഡ് ആംഗിളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ചെറുതായിട്ട് ഇനി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ഞാൻ എന്തുകൊണ്ടത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ അവിടെ ആ ഒരു പ്ലേസ്, ആ ഒരു സ്ഥലം, ആ കമ്പിയുടെ അപ്പുറത്തുള്ള വിഷ്വൽസ് എടുക്കാൻ സമയത്ത് ഞാനിതിനെ ഇങ്ങനെ ഒന്ന് താഴ്ത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ താഴ്ത്തിയിട്ടാണ് ഞാൻ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ആ ഒരു വിഷ്വൽ ഇങ്ങനെ എടുത്തത്. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ രീതിയിൽ ക്രമീകരിക്കുക. അല്ലാത്ത പക്ഷം ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഇതിൻ്റെ ഒരു സ്ട്രാപ്പിൻ്റെയൊക്കെ ക്വാളിറ്റിയും ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ ലെറ്റ്സ് ഗോ. സോ നമ്മളുടെ ചെസ്റ്റ് മൗണ്ടിനെ കുറിച്ച് സംസാരിക്കാൻ ടൈമായി. സോ നമ്മളുടെ ചെസ്റ്റ് മൗണ്ട് ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ഇവിടെയാണ് ആ ഒരു സാധനം പ്ലേസ് ചെയ്യുന്നത്. ഇതിൽ ക്ലിപ്പിട്ടാണ് നമ്മൾ വയ്ക്കുന്നത്. ഞാൻ ഇതിൻ്റെ ക്ലിപ്പ് ഇളക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി വരുന്നത്, ഇത് പ്ലാസ്റ്റിക് അല്ല, PVC ടൈപ്പാണ്. ലെതറിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്, കുഴപ്പമില്ല. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. നല്ല രീതിയിൽ തന്നെ ക്വാളിറ്റിയുള്ളൊരു സാധനമാണ്. സോ ഇതാണ് നമ്മളുടെ ആ ഒരു
ചെസ്റ്റ് മൗണ്ട് വരുന്നത്. എൻ്റെ ഷർട്ടൊക്കെ ഇവിടെ കിടപ്പുണ്ട്. സോ ഇതാണ് നമ്മുടെ മൗണ്ട് വരുന്നത് കണ്ടോ, മൗണ്ട്. ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഒരു മൗണ്ട് എന്ന് പറയുന്നത് അത് ഇതുപോലെ തന്നെയാണ്, പക്ഷേ ഇത് വേറൊരു ടൈപ്പാണ് കിട്ടുന്നത്. അത് എന്താ പറയുക, ഇവിടെയായിട്ട് ഒരു സ്ക്രൂ പോലെ വരുന്ന ഒന്നാണ്, അത് വെച്ച് ടൈറ്റ് ചെയ്യാൻ പറ്റും. ഇത് പക്ഷേ ഞാൻ നേരത്തെ വാങ്ങിച്ചതാണ്, കണ്ടില്ലേ, ഇത് അല്ലാതെ ടൈറ്റ് ചെയ്യുന്ന സാധനമാണ്, സ്പ്രിങ് ആണ്. സോ ഞാൻ എന്തുകൊണ്ട് ഇതെടുത്ത് ഇതിൽ ഇട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ സേഫ്റ്റി കൂടുതലാണ്, അതുകൊണ്ടാണ്. മറ്റതും കൊള്ളാം, കുഴപ്പമില്ല, നല്ലതാണ്. ബട്ട് എനിക്കിത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഫീൽ ചെയ്തു. ഇതിൻ്റെ ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ പെർഫെക്റ്റ് ആണ്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ചെസ്റ്റ് മൗണ്ടും നിങ്ങൾക്ക് മേടിക്കാം. ഒരു വ്ളോഗിങ് സെറ്റപ്പാണ്. സോ ഗോ ഫോർ ഇറ്റ്. ആൻഡ് നമ്മളുടെ കൂടെ ഇപ്പോൾ ഉള്ള ആളുകളെ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് നമ്മുടെ 2 പ്രോഡക്റ്റുകൾ. നമ്മളുടെ ചെസ്റ്റ് മൗണ്ടും ചെസ്റ്റ് മൗണ്ടിൻ്റെ ക്ലിപ്പും കാര്യങ്ങളുമാണ്, ഗ്രനാഡോ പീറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. സോ നമുക്കിനി ബാക്കി വീഡിയോയിലോട്ട് പോകാം. സോ നമ്മളുടെ ചെസ്റ്റ് മൗണ്ട് വീണ്ടും പ്ലേസ് ചെയ്തിട്ടുണ്ട്, കണ്ടല്ലോ. നമ്മുടെ മൈക്കും പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം.